So next topic is non-budgetary control techniques. So ഇതിൽ 6 techniques ആണ് പഠിക്കുന്നത്. One is break-even analysis, product life cycle, production planning control, internal audit, management information system, PERT and CPM. So first is break-even analysis. So break-even analysis എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു പ്രോഫിറ്റിനെ പറ്റി നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രോഫിറ്റിനെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് ഇപ്പം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്രോഫിറ്റ് അല്ല നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ആ മുടക്ക് മുതൽ തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് അല്ലേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദി പോയിന്റ് അറ്റ് വിച്ച് റവന്യൂ റിസീവ്ഡ് ഈക്വൽസ് ദി കോസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ എക്സ്പെൻഡ് ചെയ്തതും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഇൻകമും ഈക്വലായിട്ട് എടുക്കുക. ഓക്കെ, സോ എത്ര കോസ്റ്റ് നമ്മൾ എത്ര മുടക്കി അത് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ ഒരു പോയിന്റിനെയാണ് അതായത് റവന്യൂവും കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. So it involves a chart which represents the overall volume of sales necessary to cover the cost. Okay, അതായത് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് മാനുഫാക്ചർ ചെയ്താലാണ് അല്ലെങ്കിൽ സെല്ല് ചെയ്താലാണ് നമുക്ക് ആ മുടക്കിയ മുതൽ തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ചാർട്ടാണ്, ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ഓവറോൾ വോളിയം ഓഫ് സെയിൽ, അതായത് നമ്മൾ സെയിൽ ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് സെയിലും അതുപോലെ തന്നെ കോസ്റ്റും റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്. അതായത് വൈ ആക്സിസിൽ നമ്മൾ കോസ്റ്റും പ്ലോട്ട് ചെയ്യും ആൻഡ് എക്സ് ആക്സിസിൽ വോളിയം ഓഫ് സെയിൽസ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സാണ് അത് മാനുഫാക്ചർ ചെയ്തതെന്നുള്ളത് സെല്ല് ചെയ്തതെന്നുള്ളത് നോക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, അപ്പം നമ്മളിത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാം. And it is a point at which the cost or expense or revenue are equal. ഓക്കെ, നമ്മുടെ എക്സ്പെൻസും അതുപോലെ റവന്യൂവും ഈക്വൽ ആകുന്ന ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്ന് വെച്ചാൽ ബിസിനസ്സിന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, അതായത് ഒരു ന്യൂട്രൽ ആയിട്ടായിരിക്കും നമുക്ക് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടാന്നേ ഉള്ളൂ. ഈവൺ ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് ഒരു പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും ലോസ് ആകരുത് എന്നുള്ള. ഓക്കെ, സോ ലോസ് ആകാതിരിക്കാൻ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ആ ഒരു കണക്ക് തരുന്നതാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. സോ ഇറ്റ് ഈസ് ദെയർഫോർ നോൺ ആസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഓർ സീറോ പ്രോഫിറ്റ് പോയിന്റ്. സോ ദിസ് ചാർട്ട് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ബഡ്ജറ്റിംഗ് പ്ലാനിംഗ് ഫൈനാൻഷ്യൽ നീഡ്സ് എക്സെട്ര. ഓക്കെ, സോ ഈ ഒരു ചാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു എക്സാമ്പിളിൽ കൂടെ പറയാം. അതായത് ഒരു ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, സോ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഇപ്പം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്താലും ഒരു ഫിക്സ്ഡ് കോസ്റ്റ് വരും. അതായത് സാലറി, റെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്നത്. എക്യുപ്മെൻറ്റ്സിൻ്റെ റെൻറ്റും അതുപോലെ നമ്മൾ ഒരു ലേബറും അതെല്ലാം ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്നതാണ്. അഗെയിൻ നെക്സ്റ്റ് വൺ ഇസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് എന്നൊരു ടേം ഉണ്ട്. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിനും വേണ്ടി ഉള്ള റോ മെറ്റീരിയൽസ്, അപ്പോൾ അതിന് ആ ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും ആ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റും അതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റിൻ്റെയും സമ്മാണ് എന്ത് ടോട്ടൽ കോസ്റ്റ്. സോ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. സം ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, അതാണ് ഈ ഒരു ലൈൻ ടോട്ടൽ കോസ്റ്റ്. ഇനി ടോട്ടൽ റവന്യൂ എന്ന് പറയാൻ നേരത്ത് നമ്മൾ എത്ര റവന്യൂ ആണ്, അതായത് നമുക്ക് ആ ഒരു മാനുഫാക്ചറിങ് അതിൻ്റെ സെല്ലിങ് മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സെല് ചെയ്യാൻ നേരത്തോട്ടുള്ള ഇൻകമാണ് ടോട്ടൽ റവന്യൂ. സോ അതും പ്ലോട്ട് ചെയ്യാം. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വൈ ആക്സിസിൽ റവന്യൂ ആൻഡ് എക്സ് ആക്സിസിൽ വോളിയം. അഗെയിൻ ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. സോ അതായത് ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ ഈ ക്രോസ് ചെയ്യുന്ന പോയിന്റിന് തൊട്ട് മുമ്പ് വരെ സോ ഈ ഒരു ക്രോസ് ചെയ്യുന്ന പോയിന്റിന് മുമ്പ് വരെ എന്തായിരിക്കും ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും ടോട്ടൽ റവന്യൂവിനേക്കാളും കൂടുതൽ. അതായത് നമ്മുടെ എക്സ്പെൻസ് ആയിരിക്കും
നമുക്ക് കിട്ടുന്ന ഇൻകമിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് എന്തായിരിക്കും, വിൽ ബി ഫേസിങ് ലോസ്. ഓക്കെ, അതേപോലെ ഈ ഒരു പോയിന്റിന് ശേഷം നമ്മുടെ ഇൻകം ടോട്ടൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ എന്തായിരിക്കും, നമ്മൾ വിൽ ബി ഗെറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ അത് പ്രോഫിറ്റും ഇവിടെ ലോസും. ഓക്കെ, സോ ഇത് രണ്ടും ഇല്ലാത്ത, പ്രോഫിറ്റും ലോസും ഫേസ് ചെയ്യാത്ത ആ ഒരു പോയിന്റാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ലോസ് സോൺ ആൻഡ് ദിസ് ഇസ് പ്രോഫിറ്റ് സോൺ. ഓക്കെ, സോ നമുക്കപ്പോൾ മനസ്സിലാകും, അതായത് ഈ ബ്രേക്ക് ഈവൺ പോയിന്റിന് അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല, ഓക്കെ, സോ ഫോർമുല ഇങ്ങനെയാണ്, അതായത് ഫിക്സ്ഡ് കോസ്റ്റ്, നമ്മൾ ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ, ഓക്കെ, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പം നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് സെല്ല് ചെയ്താൽ നമുക്ക് ഈ, അതായത് പ്രോഫിറ്റോ ലോസോ ഇല്ലാതെ ഒരു, ഓക്കെ, യൂണിഫോം ആയിട്ടുള്ളൊരു, അതായത് നമുക്ക് ആ മുതൽ തിരിച്ച് കിട്ടും എന്നുള്ളൊരു, ഓക്കെ, അത് എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്താലാണെന്നുള്ളൊരു വാല്യൂ കിട്ടും. അതാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. ക്ലിയർ? സോ ഈ ബ്രേക്ക് ഈവൺ പോയിന്റിൻ്റെ നമ്മൾ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ നമുക്ക് എന്താ തരുന്നത്, എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, സോ ദാറ്റ്, ഓക്കെ, എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ദി ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അതേപോലെ എത്ര റവന്യൂ അല്ലെങ്കിൽ ആ കോസ്റ്റ്, ഓക്കെ, എത്ര കോസ്റ്റാണ് ഓരോ യൂണിറ്റിനും നമുക്കറിയാം, വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദി സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതാണ്, അപ്പോൾ അങ്ങനെ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ എത്ര യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്താലാണ് നമുക്ക് ആ ഒരു അതായത് നമ്മുടെ എക്സ്പെൻസസ് കവർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് കൺട്രോളിങ്ങിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. സോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് സൈക്കിൾ പോലെ തന്നെ, ഓക്കെ, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ സ്പാൻ, മാർക്കറ്റിലുള്ള സ്പാനിനെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് അറ്റ് ഓൾ ലെവൽസ്. ഓക്കെ, പ്രൊഡക്റ്റ് പ്ലാനിങ് മാത്രമല്ല, പക്ഷേ പ്രൈസിങ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ കോസ്റ്റ്, ഓക്കെ, പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ, ഇൻകം ഒബ്വിയസ്ലി അത് കുറവായിരിക്കും. ഓക്കെ, അഗെയിൻ ആ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഗ്രോ ചെയ്യുന്ന ടൈമിൽ റവന്യൂ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്തായിരിക്കും, ഓക്കെ, സോ ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് വൈഡായിട്ട് മാർക്കറ്റിൽ നമ്മൾ സെല്ലിംഗ് ഉള്ള ഒരു ടൈമാണ് മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ, ദെൻ ഡിക്ലൈൻ. ഓക്കെ, അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഡിമാൻഡ് കുറഞ്ഞിട്ട് ഒരു ഡിക്ലൈൻ, പ്രോഫിറ്റ് കുറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഇത് തന്നെയായിരിക്കും. അഗെയിൻ നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോൾ. സോ പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോളിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. റൗട്ടിംഗ്, സ്കെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, ഇൻസ്പെക്ഷൻ, ഫോളോ അപ്പ്. ഓക്കെ, റൗട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഏത് പാത്താണ്, അതുപോലെ എന്ത് സീക്വൻസിലാണ് ആക്ടിവിറ്റീസ് ഓരോ വർക്കും ചെയ്യേണ്ടത്, അതാണ് റൗട്ടിംഗ്. ഓക്കെ, സ്കെഡ്യൂളിംഗ് എന്ന് വെച്ചാൽ എങ്ങനെ, ഏത് ടൈം ഡ്യൂറേഷൻ, അതായത് ഒരു ടൈം ടേബിൾ, ഓക്കെ, ഏത് ടൈം ടേബിളിനനുസരിച്ചാണിത് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അഗെയിൻ ഡിസ്പാച്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ, അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ. ഓക്കെ, അഗെയിൻ ഫോളോ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും തമ്മിൽ കൺഫോമിറ്റി ആണോ എന്ന് നോക്കും. ഓക്കെ.